ഹലോ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ സാരി കളക്ഷൻ വീഡിയോ ആണ്. ഞാനും കുറേ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ സാരീസൊക്കെ കാണുന്നത്. കാരണം വല്ലപ്പോഴല്ലേ ഉടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലാണ് ഞാൻ സേഫായിട്ട് സാരിയൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതായി ഒരു ഗ്രീൻ സാരിയാണ്. ഈ സാരി എല്ലാം തന്നെ 1000 രൂപയ്ക്കകത്തുള്ള സാരീസാണ്. ഈ ഒരു സാരിക്ക് 500 രൂപയായിരുന്നു വില. അതായത് 490 അങ്ങനെ എന്തുകൊണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 500 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഗ്രീൻ കളറ്, ഇതൊക്കെ സിൽക്ക് ടൈപ്പാണ്. പട്ടിൻ്റെ സാരിയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ കയ്യിലുള്ളത്. അത് കഴിഞ്ഞ് സെക്കൻഡ് വൺ ഇത് ഞാൻ എൻ്റെ കസിൻ്റെ മാരേജിന് എടുത്തിട്ടുള്ള ഒരു സാരി ആയിരുന്നു. ഇതിന് ഗ്രീൻ കളറാണ് ബ്ലൗസ്. അപ്പോൾ ഇതിൻ്റെ ബോർഡർ ഇങ്ങനെ ആർച്ച് പോലത്തെ ഒരു വർക്കും കാര്യങ്ങളുമാണ്. മുന്താണി വന്നിട്ട് ഗ്രീൻ കളറ്. ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സാരിയാണ്. ഒരു സൈസ് മുന്തിരി കളറാണ് ഇതിൻ്റെ ബോഡി പോർഷൻ ഫുള്ള് വരുന്നത്. അപ്പോൾ ഈ സാരിയും 500 ആണ് റേഞ്ച്. എന്തായാലും ഒരു 600-നകത്തേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ പ്രൈസ്. ഇതെല്ലാം തന്നെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. നെക്സ്റ്റ് സാരി വന്നിട്ട്, അപ്പോൾ ഇതാണ് ആ സാരിയുടെ ബ്ലൗസ് വന്നിട്ട്. പിന്നെ നെക്സ്റ്റ് സാരി വന്നിട്ട് ഈ ഒരു ബ്ലൂ കളർ, പൊന്മാൻ കളർ എന്നൊക്കെ പറയും. ഇതിൻ്റെ മുന്താണിയും അതിനകത്തുള്ള വർക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു കോപ്പർ ഷെയ്ഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഇച്ചിരി വെറൈറ്റി ആയിട്ട് തോന്നിയോണ്ട് ഞാൻ എടുത്തത്. ഇത് ഞാൻ ഉടുത്തിട്ടില്ല ഇതുവരെ ആയിട്ടും. അപ്പോൾ ഇതാണ് അടുത്ത സാരി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാരി. എല്ലാം ലൈറ്റ് വെയ്റ്റ് ആണ്, നമ്മുടെ ഒരു പോളി കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ. അപ്പോൾ ഇതാണ് അടുത്ത സാരി. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് ഇതാ സെയിം കളർ തന്നെയാണ് എൻ്റെ ബ്ലൗസ്. പിന്നെ അടുത്ത സാരി വന്നിട്ട് ഇതെൻ്റെ കല്യാണത്തിന് നമ്മുടെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് തരുമല്ലോ, ആ സാരിയാണിത്. അപ്പോൾ ഈ ഗ്രീൻ കളർ സാരി ഇതിച്ചിരി ഹെവി സാരിയാണ്. കുറച്ച് വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് ഉടുത്തതാണ്. അതിന് ശേഷം ഞാൻ പുറത്തോട്ട് എടുത്തിട്ടില്ല. പിന്നെ നെക്സ്റ്റ് അതിന് വേണ്ടിയിട്ട് എടുത്തിരുന്ന ബ്ലൗസായിരുന്നു ഇത്. കോൺട്രാസ്റ്റ് കളർ ഒരു ബ്ലൗസ് റെഡിമെയ്ഡ് എടുത്തു. പിന്നെ അതിനകത്ത് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തു. അങ്ങനെ ഇരുന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ ബ്ലൗസിൻ്റെ കഴുത്തിലുള്ള വർക്ക് എലി കടിച്ച് തിന്നേക്കുന്നു ബ്ലൗസൊക്കെ. അപ്പം ഞാൻ കുറേ നാളായി ഇതെടുത്ത് നോക്കിയിട്ട്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ കല്യാണ സാരി. അതിനേക്കാളും എൻ്റെ കല്യാണ സാരിയും എലി കടിച്ച് തിന്നേക്കുന്നു. ശരിക്കും ഞാൻ ഷോക്കായിപ്പോയി. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എൻ്റെ കല്യാണ സാരിയാണിത്. ഈ സാരിക്ക് നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ സാരി എലി കടിച്ച് ഞാൻ ഇതുവരെ കണ്ടില്ല. ഞാൻ അലമാരിയിൽ സേഫായിട്ട് മടക്കി വെച്ചിട്ടായിരുന്നു പോയിരുന്നത്. കുറച്ച് നാളായി തുറന്ന് നോക്കിയിട്ട്. ഇപ്പം നോക്കിയപ്പോഴത്തേക്ക് അത്രയും സാരിയും എലി കടിച്ചില്ല. എൻ്റെ കല്യാണ സാരി തന്നെ എലി കടിച്ച് തിന്നു. അപ്പോൾ എനിക്ക് നല്ല വിഷമമായി. ഞാൻ നല്ല സേഫായിട്ട് നല്ല രീതിയിൽ അലമാരി വെച്ചതാണ്. അതെങ്ങനെ എലി കയറി കടിച്ചു എന്ന് ഒരു ഐഡിയ ഇല്ലാതിരിക്കുക. അപ്പം ഞാൻ ആ ഒരു വിഷമത്തിലിരിക്കാം. കാരണം കല്യാണ സാരിയല്ലേ. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഉൾവശം. നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു സാരി ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ആയി. 1-2 സ്ഥലത്ത് എലിയൊക്കെ കടിച്ച് തിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നൈസായിട്ട് അതങ്ങ് മടക്കി മാറ്റി വെച്ചു. എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു ഐഡിയ ഇല്ല, എന്നാലും അത് മാറ്റി വെച്ചു. പിന്നെ അടുത്ത സാരി എന്ന് പറഞ്ഞാൽ ഈ ഒരു നേവി ബ്ലൂ സാരിയാണ്. ഇത് ഞാൻ മീഷോന്ന് എടുത്തിട്ടുള്ള സാരിയാണ്. മീഷോന്ന് എടുത്ത കുറച്ച് സാരികൾ എൻ്റെ കയ്യിലുണ്ട്. അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല. ഇങ്ങനെ വട്ടത്തിലുള്ള ഡിസൈൻസാണ് ബോഡി പോർഷൻ ഫുള്ള്. പിന്നെ മുന്താണി വേറൊരു ഡിസൈനാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് നേവി ബ്ലൂ തന്നെയാണ്. പിന്നെ ഇതിനൊക്കെ നല്ല റേറ്റ് കുറവാണ്. 500 രൂപ അതിനകത്തൊക്കെ ഇതിന് റേറ്റ് ഉള്ളൂ. മീഷോയിൽ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള സാരിയൊക്കെ ആയിരുന്നു. കുറേ വർഷമായിട്ട് എൻ്റെ കയ്യിലിരിക്കുക. പിന്നെ ഈ സാരി ഞാൻ മീഷോന്ന് എടുത്തത്. ഇത് അടിപൊളി സാരിയാണ്. ഇത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നൊരു സാരിയാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സിൽക്ക് സാരിയാണ്. ഇതിൻ്റെ ഫാബ്രിക്കും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ ഡബിൾ ഷെയ്ഡാണ്. ആ ഒരു റെഡ് കളറാണ് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട്. ഇത് ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജിന് ഇട്ടിട്ടുള്ളത് ഇതായിരുന്നു. ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല സോഫ്റ്റ് സാരിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തുടുത്തിട്ട് പോവാം. ആ ഒരു ടൈപ്പാണ്. ഹാർഡായിട്ട് നിൽക്കുന്നൊരു പട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല. ഒരു 1000 രൂപ റേഞ്ചൊക്കെ ഉണ്ടായിരുന്നു മീഷോന്ന്. ഇത് നല്ല വർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ്. പിന്നെ ഇത് വന്നിട്ട് കല്യാണത്തിന് നമുക്ക് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് എടുക്കുമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന സാരി ആയിരുന്നു ഇത് അന്ന് നല്ല എക്സ്പെൻസ് ഉണ്ടായി. 2000-ന് മുകളിൽ 2500-ന് മുകളിലൊക്കെ റേഞ്ച് ഉണ്ടായിരുന്നൊരു സാരിയാണ് ഇത്. ഇതിനകത്ത് നിറയെ എന്തോ സ്റ്റോണാണ് ഫുള്ള് ഒട്ടിച്ചേക്കുന്നത്. എന്തോ ഒരു മുത്താണ് ഫുള്ള് ഒട്ടിച്ചേക്കുന്നത് ആ സാരി ഫുള്ള്. പിന്നെ മൊത്തത്തിൽ ഇതുപോലെ ത്രെഡ് വർക്കാണ്. അതിൽ ഈ മുത്തൊട്ടിച്ചിരിക്കുകയാണ്. നല്ല മെറൂൺ കളറ്.
പിന്നെ നെക്സ്റ്റ് സാരി വന്നിട്ട് ഇതും ഞാൻ മീഷോന്ന് എടുത്തിട്ടുള്ളതാണ്. നല്ല വയലറ്റും പച്ച കളറും കൂടിയുള്ള കോമ്പിനേഷൻ. നല്ല വയലറ്റ് കളറാട്ടോ ഇത്. നല്ല അടിപൊളി ഒരു കളറാണിത്. ഇതിൻ്റെ ബോഡിയിൽ ഫുള്ള് ഈ ഒരു ഡിസൈനൊക്കെ ഉണ്ട്. ഇതും ഒരു പോളിക്കോട്ടൺ അങ്ങനത്തെയൊക്കെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. ഇതൊക്കെ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരികളാണ്. ഇതിന് ആ ഗ്രീൻ കളറാണ് ബ്ലൗസ്. നെക്സ്റ്റ് വന്നിട്ട് ഇതും ഞാൻ മീഷോന്ന് എടുത്തിട്ടുള്ള സാരിയാണ്. ഇതൊക്കെ മീഷോയിൽ നല്ല പോപ്പുലറായിട്ടുള്ള സാരീസൊക്കെ ആയിരുന്നു ആ ഒരു ടൈമിൽ. കുറച്ച് വർഷമായി ഞാനിത് എടുത്തിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ മുന്താണി വന്നിട്ട് ആ ഒരു കളറിലാണ് ബ്ലൗസ് വരുന്നത്. ബോക്സ് ടൈപ്പാണ് ബോഡി ഫുള്ള് വരുന്നത്. പിന്നെ ഇതാണ് എൻ്റെ ബ്ലൗസ്. ഇതെല്ലാം ഒരു 500 രൂപയ്ക്കകത്തുള്ള സാരീസാണ്. പിന്നെ ഇത് വന്നിട്ട് എനിക്ക് ഹസ്ബൻഡിൻ്റെ അമ്മ തന്നിട്ടുള്ളൊരു സാരി ആയിരുന്നു. ഓറഞ്ചും ബ്ലാക്ക് കളർ ബോർഡറൊക്കെ ആയിട്ട്. ഇതൊന്നും ഉടുത്തിട്ടില്ല. ഇതിൻ്റെ ബ്ലൗസും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. ജസ്റ്റ് എൻ്റെ കയ്യിൽ വെച്ചിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഒരു പട്ട് ഉള്ള സാരീസൊക്കെയാണ്. ഇത് മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള കോട്ടൻ്റെ മൾമൾ അങ്ങനെ എന്തോ ആണ് മെറ്റീരിയൽ. ആ ഒരു ഫാബ്രിക്കിലുള്ള സാരിയാണ്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റുകളൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനകത്ത് കുറച്ച് സൈക്കിളും എലിഫൻറ്റും ഒക്കെ ഉണ്ട്. അതാണ് മുന്താണി പീസ് വരുന്നത്. എന്നിട്ട് കുറേ വർക്കുള്ള കുറച്ച് പ്രിൻ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്രിൻ്റ് അല്ല, അതായിരുന്നു ബ്ലൗസ്. പിന്നെ വന്നിട്ട് ഈ ഒരു സാരി, ഇത് എടുത്തിട്ടുള്ള പിക്ചർ ഞാൻ ആഡ് ചെയ്യാം. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാരി ആയിരുന്നു. ഇത് സിസ്റ്ററിൻ്റെ സേവ് ഡേറ്റിന് വേണ്ടിയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആയിരുന്നു. അങ്ങനെ എടുത്തിട്ടുള്ള സാരിയാണ്. ബോഡി ഫുള്ള് ഈ ഒരു പ്രിൻ്റാണ്. അതിൻ്റെ മുന്താണി വന്നിട്ട് നല്ല വലിയൊരു തല, അങ്ങനെ ഒരു പ്രിൻ്റാണ്. അപ്പോൾ ഇത് സാരി ആയിട്ടൊക്കെ ഏതെങ്കിലും കാലത്തല്ലേ ഉടുക്കുള്ളൂ എന്ന് വെച്ചിട്ട് എന്തെങ്കിലും കുർത്ത അടിക്കാം എന്നൊക്കെ കരുതിയിട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ്. പിന്നെ ലാസ്റ്റ് സാരി വന്നിട്ട് ഈ ഒരു സാരിയാണ്. ഇത് ഈ ഒരു ബോഡി ഫുള്ള് ഈ ഒരു പ്രിൻ്റാണ്. ഇതിനകത്ത് നമുക്ക് റെഡ് കളറും വൈറ്റ് കളറും ഒക്കെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള ബ്ലൗസ് പീസ് ആയിരുന്നു. അതിപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല. അങ്ങനെ ഇത് കുറേ ഉടുത്തിട്ടുള്ളൊരു കോട്ടൺ സാരിയാണ്. നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റും. ഇത് മിക്കവാറും ഇൻസ്റ്റഗ്രാം സൈറ്റിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സാരി ആയിരുന്നു. അങ്ങനെ ഇത്രയാണ് എൻ്റെ സാരി കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം 1000 രൂപയ്ക്ക് താഴെയുള്ള സാരീസാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.